സോ ഹായ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ലക്നൗവിലെ ടുണ്ടേ കബാബിലാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഓക്കെ. ടുണ്ടേ കബാബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ടുണ്ടേ ആയിട്ടുള്ള കബാബായിരിക്കും. നല്ല തുണ്ടുണ്ടാവും. ചെറിയ തുണ്ടും ഉണ്ടാവും. എങ്ങനത്തെ തുണ്ടാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് മാസ്റ്റർ നമുക്ക് പറയാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത ഒരു ഡീറ്റെയിൽഡ് ഫ്ലേവർ റിവ്യൂ ഓഫ് ഫ്ലേവർ, അതാണ് നമ്മളുടെ ഇന്നത്തെ മോട്ടോ. എന്താണ് റിവ്യൂ ഓഫ് ഫ്ലേവർ. നമ്മൾ സാധനം കബാബ്, റൊട്ടി. സോ ബോസ് एक कोल्ड ड्रिंक्स दे दो या कुछ भी दे दो, आपके मर्जी. മാത്രം വായിലിടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറാണ്. പക്ഷെ ചെറിയൊരു മസാലിൻ്റെ കുത്തുണ്ട്. പക്ഷേ ഒരു ചെറിയ കുത്തുണ്ട്, അത് ഗ്രാമ്പൂൻ്റെ മസാലിൻ്റെ കുത്തുണ്ട്. പക്ഷേ ഇത് മാത്രം ഒന്നും മനസ്സിലാവും. എനിക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ ബേജ് ഉണ്ടല്ലോ, ബേജിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, സോഫ്റ്റ്നെസ്. ഞാൻ പറയാലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്യൽ തന്നെയാണ് ഇതിനുള്ള, അല്ലാതെ റിവ്യൂ പറയലല്ല. ഇത് വന്നിട്ട് വായിലിടൽ തന്നെ. കുറച്ച് കുത്തുണ്ട്, ചെറിയൊരു ഗ്രാമ്പൂൻ്റെ കുത്തലുണ്ട് കേട്ടോ. ഓക്കെ, ബീഫിന് നല്ല ഫ്ലേവർ ഉണ്ട്. ബീഫിൻ്റെ നല്ല അടിപൊളി ഫ്ലേവർ. മട്ടൻ്റെ അത്ര കുത്തില്ല, അത്ര ഫ്ലേവറില്ല. പക്ഷെ ബീഫിന് നല്ല ഫ്ലേവറാണ്. അത് നമ്മൾ ടുണ്ടേ കബാബിന് നമ്മൾ ഒന്ന് പൊതിയണം. ഇതെന്താ അറിയാം നമ്മൾ ചെയ്യണേ, ഇതാണ് സമ്മിലൂനി. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ കബാബ് തിന്നണം. കബാബല്ല ഇത്, കബാബല്ല, ഇത് വേറെ സാധനം, വേറെ റേഞ്ചാണ്, വേറെ സർക്കിളാണ്. ഞാൻ സാധനം കാണിച്ചേ, ഒരു ചെറിയ ജസ്റ്റ് വെറുതെ നോക്കാം. എന്താ രാസമാറ്റം സംഭവിക്കാം കേട്ടോ. ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെവിടെയും. ഇങ്ങനെ ഒരു സാധനത്തിലും ലെമൺ ഒഴിക്കരുത്, എല്ലാ ഫ്ലേവറും പോയി. ഇതെന്തുകൊണ്ടായിരിക്കും നമ്മൾ നാട്ടിലൊന്നും വരാത്തത്? ഇവിടെ വന്ന് നല്ല സാധനം. 1 2 3 4 അത് റൊട്ടിയാണ്, 5 അത് റൊട്ടിയാണ്. അടുത്ത് അതായത് ഒരു പ്ലേറ്റേ കിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ ഈ ഒരു
ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് അത് പറയാൻ പാടില്ല അല്ലേ? അത് പറഞ്ഞാൽ പ്രശ്നം വേണ്ട. നമ്മൾ ഇത്രയും കഴിച്ചു, നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സായി ഇവിടുത്തെ. അപ്പോൾ നമുക്ക് അറിയാം നമ്മളിതിൽ ലയിച്ച് ഇഞ്ചി വെളുത്തുള്ളിമാർക്ക് അലിഞ്ഞ് ചേർന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇത് പറഞ്ഞാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി അതായത് ഇതിലുള്ള ബാക്കി സാധനങ്ങളുടെ അവസ്ഥ എന്താണ്? ആക്ച്വലി നമ്മൾ ടുണ്ടേ കബാബിനെ വെച്ച് പറയുമ്പോൾ ടുണ്ടേ കബാബിൽ എന്തൊക്കെയോ എലമെൻറ്റ്സ് ഉണ്ട്. കാറ്റ് വർക്കണോ? പക്ഷേ ഇവരെല്ലാവരും ഇതെന്താ ഞാൻ ആരാണെന്ന് മറന്നുപോയി. അതേപോലെ ഈ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാ എനിക്കറിയില്ല. അവസ്ഥയല്ല ആ അവസ്ഥയ്ക്ക് എത്തിക്കണം. ഇതിലുള്ള എല്ലാ അവസ്ഥകളും. ഈ മട്ടനാണോ? ഞാൻ മട്ടനാണോ? ഞാൻ മട്ടനല്ലല്ലോ. ഈ തക്കാളിയാണോ? അല്ലല്ല. ആരാ? ഞാൻ ആരാ എനിക്കറിയില്ല. അതാണ് കബാബിൻ്റെ അവസ്ഥ. അതാണ് കബാബിൻ്റെ പിന്നെ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിയ പോലത്തെ ഒരു സാധനമല്ലേ? അതാണ് എല്ലാ സാധനങ്ങളും സൈക്കോളജി പറയാം. ആക്ച്വലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ സൈക്കോളജി അല്ലേ? സൈക്കോളജി അല്ലേ? No God please no. ഇത് ശാസ്ത്രമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ലക്നൗ ടുണ്ടേ കബാബ് കഴിച്ചാൽ മാത്രമേ ഫുള്ളാവും. ഫുള്ളല്ല മീൻസ് കംപ്ലീറ്റ് അല്ല. ദേ ആർ നോട്ട് കംപ്ലീറ്റ് അണ്ടിൽ അൺലെസ് ദേ ഈറ്റ് ദിസ്. നമ്മൾ തൊട്ടിട്ടില്ല കേട്ടോ. ഒന്നും പറയാനില്ല എന്ന് പറയാനായിരിക്കും നല്ലത്. അനുഭവിക്കന്നെ വേണം അതൊക്കെ. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മട്ടനുമായി ബീഫുമായി. പക്ഷേ ഒരു പടിക്ക് ബീഫാണ്, ബീഫല്ല ബഫലാണ് മുന്നിൽ. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ടുണ്ടേ കബാബിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ നിർത്തുകയാണ്. ഇനി നമ്മൾ 3 മണിക്ക് ഇങ്ങോട്ട് തന്നെ വരും. ഞങ്ങൾ 3 മണിക്ക് വന്നിട്ട് എന്താ ചെയ്യുക? ബിരിയാണി കഴിക്കും. മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് വീണ്ടും കാണാം.